നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരവികസനത്തിന് പുതിയ ദിശാബോധം നൽകുന്ന 2026-27 ബജറ്റ് അവതരിപ്പിച്ച് നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം. നഗരത്തിലെ പാർക്കിംഗ് സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാൻ 40 ലക്ഷം രൂപ വകയിരുത്തി. നഗരത്തിന്റെ സമഗ്ര ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നഗരത്തിന്റെ വികസന കുതിപ്പിന് ആക്കമുട്ടുക എന്നതാണ് ഈ കൗൺസിൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പിന്നിട്ട 5 വർഷങ്ങൾ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ നഗരത്തിന്റെ റോഡ് വികസനം യാഥാർത്ഥ്യമായി. ഇന്ന് നമ്മുടെ നഗരത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണുള്ളത്. 50 കോടിയിലേറെ മുതൽ മുടക്ക് വരുന്ന ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ഇൻഡോർ സ്റ്റേഡിയം നഗര ഹൃദയഭാഗത്ത് ഉയർന്നു വരുന്നു. മലയായിരുന്ന വടക്കുഴി ഡംപിംഗ് യാർഡിന് ശാപമോക്ഷമായി. വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്ര മന്ദിരത്തിൻ്റെ മന്ദിര നിർമ്മാണം പുരോഗമിക്കുന്നു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ് സ്കൂൾ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 2025-26 വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിൽ 62,44,87,813 രൂപ വരവും 51,96,96,647 രൂപ ചെലവും 10,47,91,166 രൂപ നീക്കിയിരിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റിൽ 67,01,74,066 രൂപ വരവും 60,87,60,658 രൂപ ചെലവും 6,14,13,408 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് ബജറ്റിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നദീതീരങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും വിനോദസഞ്ചാര ആകർഷണങ്ങളും ഒരുക്കുന്ന പദ്ധതി നഗരത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ പ്രധാന പ്രശ്നമായ പാർക്കിംഗ് സൗകര്യക്കുറവ് പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കാൻ 40 ലക്ഷം രൂപ വകയിരുത്തി. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കും. ഡംപിംഗ് യാർഡിലെ ബയോമൈനിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതോടെ ശുചിത്വ മിഷനിൽ നിന്ന് ഏകദേശം 30 കോടി രൂപ ഗ്രാന്റായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തുക വിനിയോഗിച്ച് ഗ്രീൻ പാർക്ക് പദ്ധതി നടപ്പിലാക്കും. മാലിന്യ സംസ്കരണം, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനം, ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് എന്നിവ ഗ്രീൻ പാർക്കിന്റെ ഭാഗമായി സൃഷ്ടിക്കും. ദക്ഷിണേന്ത്യയിലെ ത്രിവേണി സംഗമ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. വിനോദസഞ്ചാരത്തിന് അനന്ത സാധ്യതകളുമുണ്ട്. സിനിമാ ഷൂട്ടിംഗ് അടക്കമുള്ളവ നടത്താൻ കഴിയുന്ന തരത്തിൽ നഗര സൗന്ദര്യം മാറിക്കഴിഞ്ഞു. വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിലിൽ തുടർച്ചയായി പുതിയ പദ്ധതികൾ ചേർത്ത് പൂർത്തീകരിക്കും. ഇതിന്റെ ഭാഗമായി വഴിയോര വാക്വേ കച്ചേരിത്താഴ് വരെ ദീർഘിപ്പിക്കും. മുനിസിപ്പൽ ഡ്രീംലാൻഡ് പാർക്ക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി 50 ലക്ഷം രൂപ ചെലവിൽ മനോഹരമാക്കുന്നതിനോടൊപ്പം 5 കോടി രൂപ ചെലവിൽ തൂക്കുപാലത്തിൽ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാവങ്കരയെയും കിഴക്കരെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ത്രിവേണി സംഗമത്തിൽ പാലം നിർമ്മിക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താൻ 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാവങ്കര ഉണക്കമീൻ പച്ചക്കറി മാർക്കറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെ മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കും. നഗരത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ തരത്തിൽ പുതിയ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാക്കും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനായി 92 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. കാവങ്കര ഉണക്കമീൻ പച്ചക്കറി മാർക്കറ്റിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മിക്കും. നഗരത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായ പുതിയ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, വനിതാ വികസനം, കൃഷി, മൃഗസംരക്ഷണം, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ, റോഡ് അറ്റകുറ്റപ്പണികൾ, സ്ട്രീറ്റ് ലൈറ്റ്, കുടിവെള്ളം, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിവിധ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും
തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.